നാളുകൾക്ക് ശേഷം മഗധയിലെത്തിയ വസന്തകനുമായി നാം അല്പം സ്വകാര്യം പങ്കുവെക്കട്ടെ. വൈദ്യരെ, ശരിയാ, പൊന്നൊരുക്കുന്നിടത്ത് വൈദ്യർക്ക് എന്ത് കാര്യം? ഞാൻ പോകുന്നു. വസന്തക, നാം ഏൽപ്പിച്ച ദൗത്യം എന്തായി? ഏറ്റെടുത്ത ദൗത്യം വിഫലമാക്കി കളയുന്ന രീതി ഈ വസന്തകനില്ല. മഗധയുടെ പൊന്നുതമ്പുരാൻ മഹേന്ദ്രവർമ്മന്റെ പുത്രി മായാവതിയിൽ ചന്ദ്രവംശ രാജകുമാരൻ ഉദയസേനൻ അനുരക്തനാകണം. വിവാഹം കഴിക്കണം. അതല്ലേ ദൗത്യം? അതേ വസന്തക, നമ്മുടെ ഏകമകൾ മായാവതിയുടെ ആഗ്രഹമാണത്. ലക്ഷ്യത്തിലേക്ക് നാം അടുക്കുന്നു. അതിന്റെ മുന്നോടിയായല്ലേ ആ പാവം പനിനീർ പുഷ്പം ചിത്രാവതിയെ ആരും അറിയാതെ നാം ജീവിക്കുന്നത് തന്നെ നമ്മുടെ പുത്രിക്ക് വേണ്ടിയാണ്. അവിടെ രാജ്യവും പ്രജകളുമൊന്നും നമുക്കൊരു തടസ്സമില്ല. കുമാരി ഉദയസേനനെ വല്ലാതെ മോഹിക്കുന്നുണ്ട്. വസന്തക, ആ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഉദയസേനനെ നമുക്ക് കൂടിയേ തീരും. ഞാൻ കൊണ്ടുവരും. മായാവതിയുടെ പിറന്നാൾ ദിനം മുതൽ മഗധയുടെ അതിഥിയായി 7 ദിനരാത്രങ്ങൾ കുമാരൻ ഈ കൊട്ടാരത്തിൽ ഉണ്ടാകും. ഇത് വസന്തകന്റെ വാക്ക്. മതി, നമുക്ക് സന്തോഷമായി. കുട്ടിക്കാലം മുതൽ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കാൻ മായാവതി വല്ലാതെ വാശി പിടിക്കുമായിരുന്നു. ഇന്നവൾ ശാഠ്യം പിടിക്കുന്നത് ഉദയസേനന് വേണ്ടിയാ. അതിനാൽ നമുക്കവരെ നേടിയ തീരു. വസന്തക, അങ്ങ് ധൈര്യമായി ചെല്ലും. എല്ലാം ഈ വസന്തകനേറ്റു. ചെന്നാലും മഹാരാജൻ, അങ്ങയുടെ പ്രിയപുത്രി മായാവതിയുടെ ശാഠ്യം പോലെ ഈ പാവം വസന്തകനുമുണ്ടൊരു ശാഠ്യം, ഒരു കുഞ്ഞു ശാഠ്യം. ചന്ദ്രവംശത്തിന്റെ സിംഹാസനം.